അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രവാചക സ്നേഹം എന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ പ്രവാചക സ്നേഹം പ്രകടമാകണം. അതായത് പ്രവാചകൻ പഠിപ്പിച്ച ദീനനുസരിച്ചുള്ള ജീവിതമാണ് നാം മുമ്പോട്ട് വെക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം പരലോക വിജയമാണ്. നരകത്തെ തൊട്ട് തടയപ്പെടുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ സർവ്വകാര്യങ്ങളും മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകനെ സഹാബാക്കൾ സ്നേഹിച്ചതുപോലെ നാമും സ്നേഹിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാടുകളിലൊക്കെ പ്രവാചകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കൊണ്ടാടുവാൻ വേണ്ടി ഒരുപാട് ആളുകളൊക്കെ അവരധ്വാനിച്ച് സമ്പത്തും സമയവും ഒക്കെ ചെലവഴിച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള സുന്നത്തായ ഒരു ആഘോഷമായിക്കൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ഇത് നടത്തപ്പെടുന്നത്. ഒരു സഹോദരന്റെ ഒരു സംസാരം കേൾക്കാനിടയിൽ അദ്ദേഹം പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു കോൺട്രവേഴ്സി ടൈം പീരീഡ് ആണല്ലോ. മൗലിദ് പറ്റുമോ നബിദിനം പറ്റുമോ എന്നുള്ളതൊക്കെയുള്ള പ്രശ്നത്തിലാണ് മനുഷ്യന്മാരുള്ളത്. എനിക്കിങ്ങനത്തെ കോൺട്രവേഴ്സിയിൽ തലയിടാൻ പൊതുവെ പേഴ്സണലി താല്പര്യമില്ല. എന്നാലും കുറേ ആൾക്കാർ കണ്ടിന്യൂസ്ലി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അദ്ദേഹം ചില ആളുകളുടെ താല്പര്യം അനുസരിച്ചാണ് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി വരുന്നത്. സഹോദരനോട് സ്നേഹത്തോടെ പറയാനുള്ളത്, ഇവിടെ പ്രവാചകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിക്കുന്നവരായാലും അത് ആഘോഷിക്കാൻ പാടില്ല, വിദഅത്താണെന്ന് പറയുന്നവരും തമ്മിലുള്ള തർക്കം എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടായിരിക്കണമായിരുന്നു താങ്കൾ ഈ സംസാരം നടത്തേണ്ടത്. താങ്കളുടെ സംസാരം കേട്ടപ്പോൾ താങ്കൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംസാരത്തിന് ഞാൻ തയ്യാറായത്. ഈ സ്നേഹം, പ്രണയം എന്നൊക്കെ ഉള്ളത് ആത്മാർത്ഥവും വ്യക്തിപരവുമാണ്. മുത്തുനബിയോടുള്ള സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വികാരമാണ്. അതെ, പ്രവാചക സ്നേഹം എന്നത് വികാരമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് കൃത്യമായി പ്രകടമാകേണ്ട ഒരു കാര്യമാണ്. അത് വെറും വാഗ്വാദങ്ങൾക്കോ സോഷ്യൽ മീഡിയ റീൽസുകൾക്കോ അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സിക്കോ ഉള്ള കണ്ടന്റ് അല്ല. പക്ഷേ എന്തുകൊണ്ടാണ് പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്ന സമയത്ത് അതിനെതിരെ സെൽഫികൾ രംഗത്ത് വരാൻ വേണ്ടി കാരണം? അത് മുൻഗാമികളിൽ നിന്ന് കൈമാറി വന്ന ഒരു ആഘോഷമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മൗലിദ് ചൊല്ലേണ്ടവർക്ക് മഹബത്ത് എന്ന നിയത്തിൽ ധൈര്യമായിട്ട് ചൊല്ലാം. അതേ, പ്രവാചകന്റെ മഹത്വം പറയുന്നതിലും ആർക്കും എതിരഭിപ്രായമില്ലല്ലോ. ഹുബ്ബുർ റസൂൽ പ്രഭാഷണം എന്ന രീതിയിലൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആളുകളാണല്ലോ സെലഫികളും. അത് പറ്റൂല എന്ന് തോന്നുന്ന ആൾക്കാർ ചൊല്ലിയാൻ വേണ്ട. പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊന്നും പാടില്ല എന്നൊന്നും ആരും പറയുന്നില്ലല്ലോ. മഹബത്തിനായിട്ടും മറ്റ് നന്മയുടെ മാർഗങ്ങൾ സ്വീകരിക്കുക. തീർച്ചയായും നമ്മളൊക്കെ തർക്കിക്കുന്നത് അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യുന്നത് ചില ടെർമിനോളജി വെച്ചിട്ടാണ്. ഇപ്പൊ മൗലിദ്, നബിദിനം എന്നൊക്കെ പറയുമ്പോൾ അതെന്തോ ഒരു പുതിയ ആചാരമാണ് എന്നുള്ള തോട്ടിലേക്ക് നമ്മൾ പോവാണ്. തീർച്ചയായും അത് പുതിയ ആചാരം തന്നെയാണ് സഹോദര. അത് സിംസാറുൽ ഹഖ് ഉദവിയുടെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. പ്രവാചകനോ സഹാബാക്കളോ ഉത്തമ തലമുറക്കാരോ ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ് എന്നാണല്ലോ ഇപ്പോൾ സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞത്. അതെ, ഇതെന്തുകൊണ്ടാണ് മുൻഗാമികൾക്ക് പരിചയമുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മഹത്വം പറഞ്ഞിട്ടില്ലാത്ത ഒരു മാസത്തിലെ ഒരു തീയതിയിൽ ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയും രണ്ട് പെരുന്നാളിനേക്കാൾ മഹത്വവും ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള സുന്നത്തായ ഒരു ആഘോഷവുമായി ഇങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൊണ്ടാടുമ്പോൾ അത് കൃത്യമായി പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതായിരിക്കണം. കാരണം ഇത്രമാത്രം മഹത്വമുള്ള ഒരു ആഘോഷമാണ് ഇത് എങ്കിൽ കൃത്യമായി പ്രവാചകൻ അത് ചെയ്യുമായിരുന്നു. കാരണം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാളും രണ്ട് പെരുന്നാളിനേക്കാളും ഇതിന് മഹത്വമുണ്ട് എങ്കിൽ അത് കൃത്യമായി പ്രവാചകനും പ്രവാചകന്റെ സഹാബാക്കളും ഉത്തമ തലമുറക്കാരും ആഘോഷിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും നമുക്കാർക്കും ഇല്ലല്ലോ. ശരിക്കും അതിലെന്താ നടക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? സഹോദര, അതിലെന്ത് നടക്കുന്നു എന്നതിനപ്പുറം ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് എന്നുള്ള നിയത്തോടെയാണ് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്മയായി പരിചയപ്പെട്ട എന്ത് പ്രവർത്തനം ചെയ്താലും അതൊക്കെ ഈ നിയത്തിന്റെ അടിസ്ഥാനത്തിൽ ബാത്തിലാകുകയല്ലേ ചെയ്യുക. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹപ്രകടനാണ്, എക്സ്പ്രഷൻ ഓഫ് ലവ്. രണ്ടാമത്തെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളും അവിടുത്തെ ഗുണങ്ങളും വിശേഷണങ്ങളൊക്കെ ഓർമ്മിക്കലും ഓർമ്മിപ്പിക്കലുമാണ്, ഹിസ്റ്റോറിക്കൽ റിഫ്ലക്ഷൻ. മൂന്നാമത്തത് പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കും മഹബത്ത് കൊണ്ടും സന്തോഷം കൊണ്ടും ഭക്ഷണം കൊടുക്കലാണ്, ചാരിറ്റി. നാലാമത്തത് സ്വലാത്ത് ചൊല്ലലും ഇസ്ലാമികമായിട്ടുള്ള കണ്ടന്റ്സുകൾ ഷെയർ ചെയ്യലുമാണ്. സഹോദര, താങ്കൾ ഇവിടെ പറഞ്ഞ 4 കാര്യങ്ങൾ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതൊക്കെ അതിന്റെ ആത്മാർത്ഥതയും തോതുമനുസരിച്ച് പുണ്യം കിട്ടും എന്ന് തന്നെയാണല്ലോ നമ്മളൊക്കെ പറയുന്നത്. പലപ്പോഴും നബിദിനവാദികളായ ആളുകൾ ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് വായിക്കാറുണ്ട്. പറയുന്ന ആളുകളുടെ നേതാവായ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിദാഉസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫഅലുഹു ബഅദു الناس വയകൂനു ലഹു ഫീഹി അജ്റുൻ അദീം ലിഹുസ്നി ഖസ്ദിഹി വതഅദീമിഹി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ മനുഷ്യന്മാർ റസൂലുള്ളാഹിന്റെ മൗലിദ് നടത്തുന്നുണ്ട്,
അവരുടെ ഉള്ളിൽ റസൂലുള്ളാഹിനോട് ആദരവുള്ളത് കൊണ്ട് വമ്പൻ പ്രതിഫലം അവർക്ക് കിട്ടിയേക്കാമെന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പോലും പറയുന്നത് എന്താണ്? പ്രവാചകനോടുള്ള ഹബ്ബിന്റെ കാരണത്താൽ, അതല്ലാതെ പ്രവാചകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആഘോഷിച്ചതിന്റെ പേരിൽ അവർക്ക് പുണ്യം കിട്ടും എന്നുള്ള രീതിയിലല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അതായത് നമുക്കിടയിലെ തർക്കം പ്രവാചക സ്നേഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന പ്രവാചകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്, അതല്ലാതെ പ്രവാചകന്റെ മഹത്വം പറയുന്നതിലോ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിലോ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിനോ അതല്ലെങ്കിൽ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം, അതായത് പ്രവാചക പ്രകീർത്തനങ്ങൾ നടത്തിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങൾ, ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഭാഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നമ്മൾക്കിടയിലെ തർക്കം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കണ്ടെത്തുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു മാസത്തിൽ ഒരു തീയതിക്ക് പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട ലൈലത്തുൽ ഖദറിനേക്കാളും 2 പെരുന്നാളിനേക്കാളും മഹത്വം പറഞ്ഞുകൊണ്ട് വലിയ പുണ്യമുള്ള സുന്നത്തായ ഒരു ആഘോഷമായി നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് നാം എതിർക്കപ്പെടുന്നത്. ഇത് ഇന്നും ഇന്നലെയോ തുടങ്ങിയ സാധാരണക്കാർക്കിടയിലുള്ള ഒരു തർക്കമല്ല. വർഷങ്ങൾക്ക് മുമ്പേ പണ്ഡിതന്മാരൊക്കെ ഇത് കൃത്യമായി എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷന്റെ തുടക്കക്കാർ എന്ന് പറയുന്നത് ഷിയാക്കളിലെ ഉഗ്രവാദികളായ ഫാത്തിമിയാക്കളാണെന്ന് അവർ തന്നെ പറഞ്ഞു വെക്കുന്ന കാര്യമാണല്ലോ. يعني على سبيل المثال المولد النبوي الشريف الذي كل العالم يحتفل به وتونس قبل أسبوعين احتفلت به. نعم. الذي سن هذا الاحتفال وأقره في كل الشمال الإفريقي هم الشيعة. الدولة الفاطمية. الدولة الفاطمية نعم. وكان المولد يحيى مولد النبي صلى الله عليه وآله ومواليد ال5 أصحاب الكساء يعني علي وفاطمة والحسن والحسين والأستاذ عبد الستار ممكن إذا مخطئ يصحح. فهذا المولد الذي الزيتون اليوم تفتخر أنه تعبير عن حبها للنبي صلى الله عليه وآله هو شيعي الأصل. മാത്രവുമല്ല സമസ്ത പണ്ഡിതനായ താവ ഉസ്താദ് എന്താണ് പറഞ്ഞത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം വാള്യമിൽ നോക്കേണ്ടതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വരികൾ. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു വിഷയമാണ് ഇത് പ്രവാചകനോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറക്കാർക്കോ പരിചയമില്ലാത്ത ഒരു പുത്തൻ ആചാരമാണ് എന്ന്. ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊന്നും അള്ളാഹുവിൽ സ്വീകരിക്കപ്പെടില്ലല്ലോ. ഇതിലെവിടെയാണ് ശിർക്കും ഹറാമും വരുന്നത്? നബിദിനം ആഘോഷത്തിന്റെ ഭാഗമായി നിങ്ങൾ ചെല്ലുന്ന മങ്കൂസ് മൗലൂദുകളിൽ എന്ന് തുടങ്ങുന്ന പ്രവാചകനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് വരികളുണ്ട്. അത്തരം വരികളൊക്കെ ഷിർക്കിന്റെ ഭാഗമായി വരും. ഇനി ഹറാമാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ ഒരു പുതിയ ആചാരമായി, അനുഷ്ഠാനമായി, ആഘോഷമായി ഇത്തരം ഏർപ്പാടുകൾ കൊണ്ടുവരും. അത് സ്വാഭാവികമാണല്ലോ. ഇസ്ലാമിൽ നിഷിദ്ധമാണല്ലോ ഇത്തരം പ്രവർത്തനങ്ങൾ. കാരണം യഥാർത്ഥ ദീനുൽ ഇസ്ലാം എന്താണ്? ഹക്കുൽ ഇസ്ലാം എന്താണ്? ഈമാനിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു. വൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത്, എങ്ങനെയാണോ ജീവിച്ചത്, എന്താണോ വിശ്വസിച്ചത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം, ഇതാണ് യഥാർത്ഥ അഹ്ലുൽ ഇസ്ലാം. വളരെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാന വിഷയമാണല്ലോ ഖലീൽ ബുഖാരി എന്നറിയപ്പെടുന്ന നിങ്ങളുടെ ഉസ്താദ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതേ ഈ പ്രവാചകന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് പ്രവാചകനോ സഹാബാക്കൾക്കോ ഉത്തമ തലമുറക്കാർക്കോ പരിചയമില്ലാത്ത പുത്തൻ ആചാരമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹറാമാണെന്ന് പറയുന്നത്. എന്തിന് നിങ്ങൾ ദീനിൽ കൂട്ടിക്കൊണ്ടുവരണം? നിങ്ങൾ എന്തിനാ കൂട്ടുന്നത്? ആവശ്യമില്ലാതെ. ദീൻ ഇവിടെ പൂർണ്ണമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അതല്ലേ ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് ആദരവായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി വെച്ചത് അതല്ലേ. മാത്രവുമല്ല ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിക കൾച്ചറിൽപ്പെട്ട കാര്യമേ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നാണ് അതിന്റെ തുടക്കമെന്നും അത് ബഹുദൈവാരാധനയുടെ ഒക്കെ ഭാഗമായി കൊണ്ടാണ് വന്നത് എന്നും അതിന് പല രൂപമാറ്റങ്ങളും വന്നുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ബർത്ത്ഡേ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ സജീവമായി കാണുന്നത് ക്രിസ്ത്യാനികളിൽ നിന്നാണ്. എന്നാൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇത്തരം ബർത്ത്ഡേ ആഘോഷങ്ങളെ ശക്തമായി എതിർക്കുന്നില്ലേ? സമസ്ത പണ്ഡിതന്മാർ തന്നെ അതിശക്തമായി എതിർക്കുന്നുണ്ടല്ലോ. നിന്റെ മോന്റെ ബർത്ത്ഡേ നടത്തും, അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾക്ക് സംശയം വേണ്ട. ക്രിസ്ത്യാനികളിൽ നിന്നാണ് ഈ ബർത്ത്ഡേ കഴിക്കൽ ആചരിച്ചു പോകുന്നത്. ക്രിസ്ത്യാനികളെ ക്രിസ്തീയ പ്രവർത്തനാണ്. ബർത്ത്ഡേ കഴിക്കാൻ ഏത് അലിമ പറഞ്ഞത്? ഷാഫിയിലോ ഹനഫിയിലോ ഹംബലിയിലോ മാലിക്കോ ഒരു മദ്ഹബിലും ബർത്ത്ഡേ കഴിക്കാൻ പറയുന്നത്. അതെ, ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല എന്ന് ശക്തമായി സമസ്തയുടെ പണ്ഡിതന്മാർ തന്നെ പറയുമ്പോൾ ആ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോലും അത് ശരിയാകുമോ? അതും നമുക്ക് സമസ്ത ഉസ്താദുമാരിൽ നിന്ന് തന്നെ കേൾക്കാം. ജന്മ ഡേറ്റ് നോക്കുക, എല്ലാ മഹാന്മാരുടെ ജന്മ ഡേറ്റ് നോക്കി നമുക്ക് കാണാമല്ലോ.
എന്നിട്ട് അത് ഇതിലൂടെ വിടുക. ഇന്ന് ഇന്നാൾ ജനിച്ച ദിവസമാണ്, ഇന്ന് അവർക്ക് യാസീൻ ഓതി ഫാത്തിഹ ഓതി അങ്ങനെ പരിപാടിയാക്കുക. ഈ പ്രവണത നമ്മൾ നിർത്തണം. നമ്മളിങ്ങനെ ഓരോ അമലുകൾ നമ്മൾ തുടങ്ങരുത്. അത് ചെയ്യുന്നവർ ഒരു സൽക്കർമ്മം എന്ന നിലക്കാണ് ചെയ്യുന്നത്, അതൊരിക്കലുമല്ല. ഈ ഒരു സ്വഭാവം ഷെയ്ഖുന എ പി ഉസ്താദ് ജനിച്ച ദിവസം എല്ലായിടത്തുനിന്ന് അറിയിക്കുക, ഇതൊന്നും നമ്മൾ ചെയ്യരുത്. ഇമാമിയങ്ങളുടെ ഇബാറത്തുകളിൽ നിന്ന് കായിദകളിൽ നിന്ന് മസലകൾ കണ്ടെത്തി പറയാൻ അവകാശമൊന്നും നമുക്കില്ല. അത് വളരെ അപകടകരമാണ്. കായിദകൾ അവർ പറയും, അത് ഫിഖഹിന്റെ ചില ഹസ്റുകൾക്കും മറ്റുമാണ്, അത് മനസ്സിലാക്കാനൊക്കെയാണ്. നാം അതിൽ നിന്ന് മസലകൾ കണ്ടെടുക്കുന്നത്, അതിനെ വെച്ച് മസലകൾ കണ്ടെടുക്കുന്നത് വലിയ അപകടം സൃഷ്ടിക്കും, ദീന് കേടുവരലേക്ക് എത്തും. അതൊരു വലിയ കർമ്മമായി ഇന്ന് പല സ്ഥലത്തും പലരും ഈ ജനിച്ച ജീലാനി തങ്ങൾ ജനിച്ച ദിവസം ആണെന്ന് അപ്പോൾ ഒരു യാസീനും ഫാത്തിയും ഒക്കെ പരിപാടിയാക്കുക, അതില്ല. അതിലേറെ ഗുരുതരമാണ് ഈ മഹാന്മാരല്ലാത്തവരുടെ ജന്മദിനം കൊണ്ടാടുന്നത്, ബർത്ത്ഡേ. എന്താണ് ചെയ്യുക? ഇതിനൊക്കെ തലയിക്കെട്ടിയവരും ഒപ്പം നിന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ അപകടം തന്നെ. പിറന്നാൾ ആഘോഷം മുസ്ലിങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. രാഷ്ട്രീയ നേതാക്കളൊക്കെ പടത്തൊക്കെ പലരും അത് ചെയ്തിരുന്നല്ലോ. അവർ ജനിച്ച ദിനം ലഡു വിതരണം, പിന്നെ മറ്റേത് അത് ഇത്, പിന്നെ കേക്ക് മുറിക്കൽ, ഇത് മുഴുവൻ ഒപ്പിയെടുത്ത് നമ്മളും അത് പകർത്തുകയും അതിന് സുയൂത്തി ഇമാമിന്റെ രേഖയും മറ്റും നിരത്തി. അവരാരും അവർക്ക് ജനിച്ച മക്കളെ ജന്മദിനം നടത്തിയത് ഒരു രേഖയും കാണാൻ കഴിയില്ല. അവരും ജനിച്ചവരാണ്, അവർ നടത്തിയത് കാണാൻ കഴിയില്ല. ഇതൊരു വലിയ അപകടമായി മാറിയിട്ടുണ്ട്. അത് ഏത് അർത്ഥത്തിന് പറഞ്ഞാലും അത് ശരിയല്ല, അത് നിർത്തണം നമ്മൾ. ഈ കുട്ടികളെ പിറന്നാൾ ആഘോഷിക്കുന്നത്, എന്നിട്ട് അന്ന് അതിനൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി അതിനൊരു യാസി എന്ന് പേരിട്ട് അല്ലെങ്കിൽ ഒരു മൗലിദ് ഓതി, അതാണ് നന്നാവെന്ന് മനസ്സിലാക്കുക. നിയ്യത്ത് വളരെ സൂക്ഷിക്കണം. ഓരോ വിഷയങ്ങൾക്ക് ഒരു കോലം മാറ്റി ഒരു യാസീൻ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണ് നന്നാവുന്നില്ല. ഇല്ലാത്ത ആചാരങ്ങൾ വിദഅത്തുകൾ നാം കൊണ്ടുവരരുത്. സഹോദരങ്ങൾ, ഇവിടെ പകര ഉസ്താദ് പറഞ്ഞത് നമ്മൾ കണ്ടില്ലേ, വിദഅത്തുകൾ നമ്മൾ കൊണ്ടുവരരുത്. എന്താണ് ഇവിടെ പറഞ്ഞ വിദഅത്ത്? സ്വന്തം മക്കളുടെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഉസ്താദുമാരൊക്കെ വന്നുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? മൗലൂദ് പാരായണം ചെയ്യുകയാണ്, ഖുർആൻ ഓതുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ പോലും, അതായത് നേരത്തെ നമ്മുടെ സഹോദരൻ പറഞ്ഞതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ തന്നെ ചെയ്താൽ പോലും അത് ബിദ്അത്താകും എന്നാണ് ഇവിടെ ആര് പറയുന്നത്? പകര ഉസ്താദ് പറഞ്ഞു വെക്കുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ മാതാപിതാക്കളെക്കാളേറെ, ഭാര്യയും മക്കളെക്കാളുമേറെ, നാം സമ്പാദിച്ചു വെച്ച സമ്പത്തിനേക്കാളേറെ നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം നാം എന്തടിസ്ഥാനത്തിൽ ആഘോഷിക്കും? പകര ഉസ്താദ് പറഞ്ഞ അതേ അടിസ്ഥാനത്തിൽ തന്നെ എത്ര നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ഇസ്ലാമിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കുക, അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കുക, ആഘോഷങ്ങൾ ഉണ്ടാക്കുക എന്ന അടിസ്ഥാനത്തിൽ ബിദ്അത്തിന്റെ ഗണത്തിലല്ലേ പെടുക? കർമ്മങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത പുത്തൻ ആചാരങ്ങൾ മതത്തിന്റെ പേരിൽ മഹത്വം പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ എതിർക്കുന്നത്. മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.